സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരുപാട് നല്ല വേഷങ്ങളും കഥകളൊക്കെ നൽകിയില്ല KG ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഒരു ചങ്ങാതി എഴുതി വെച്ച ചില കാര്യങ്ങൾ പറയുന്നത്, മമ്മൂട്ടിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. മമ്മൂട്ടി സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. ഇൻഡസ്ട്രിയിലെ മറ്റുള്ള ആളുകളുടെ ഒരു വിഷയത്തിലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അന്ന് അതിലേക്കുള്ള ഒരു ഒളിഞ്ഞു നോട്ടമാണെന്നൊക്കെ പറയാം. അത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ മമ്മൂട്ടിയോട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും മമ്മൂട്ടിയോട് പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുകയാണെങ്കിൽ കേരളത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് മമ്മൂട്ടിയുടെ സിനിമ ഏറ്റവും കൂടുതൽ വിജയിക്കുക മുസ്ലിങ്ങളുള്ള പ്രദേശത്ത് മാത്രമാണ് എന്ന് ചില സംഘപരിവാര സംഘടനകളും അല്ലെങ്കിൽ സംഘപരിവാര അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചു പറയാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ മോഹൻലാൽ സിനിമ അതേപോലെ തന്നെ കൂവി തോൽപ്പിക്കാനും അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ആളുകളുണ്ട് എന്നുള്ള ചില പ്രചാരങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ മമ്മൂട്ടിക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന മാഫിയ നിലനിൽക്കുന്നുണ്ട്. അവരാണ് മമ്മൂട്ടി ഇങ്ങനെ താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ള വർത്തമാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സംഗതി ഇവിടെ കിടക്കട്ടെ. എന്തൊക്കെയായാലും അദ്ദേഹം സ്വന്തം ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇത് പറയുന്നത് KG ജോർജാണ്. നോക്കൂ, മമ്മൂട്ടി സ്വന്തം ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. പിന്നെ ആരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ അത് ചോദിക്കുന്നത്. ഏതൊരു നടനായാലും ഏതൊരു സംവിധായകനായാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും എന്തായാലും അവനെ ആദ്യം നേരെ ആക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾ പറഞ്ഞ പോലെ ശരിയാണ്, 100% ശരിയാണ്. മമ്മൂട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു സിനിമ കമ്പനി തുടങ്ങുന്നത്. എത്രയോ കാലം മുമ്പ് അദ്ദേഹത്തിന് തുടങ്ങാം. പക്ഷേ ഒരു 10-70 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് തൻ്റെ പേരിൽ ഒരു സിനിമ കമ്പനി വേണം. അതിലൊരു സിനിമ കമ്പനി തുടങ്ങുന്നു, മമ്മൂട്ടി കമ്പനി എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ കമ്പനിയുടെ പേര്. ആ ഒരു കമ്പനി വന്നത് കൂടിയിട്ട് നമ്മൾ വിചാരിച്ചത് മറ്റു സിനിമകളൊക്കെ ഇദ്ദേഹം എടുത്തിങ്ങനെ മുന്നോട്ട് വരുന്നല്ല. അദ്ദേഹം ആ ഒരു സിനിമ കമ്പനി തുടങ്ങിയത് സ്വന്തം ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ്. KG ജോർജ് പറയുന്നത് ശരിയാന്നൊക്കെ പറയേണ്ടി വരും. മമ്മൂട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് അവർ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. അതും വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ പണം മുടക്കി എടുക്കാൻ സാധ്യതയില്ലാത്ത സിനിമകളുണ്ട്. ഉദാഹരണത്തിന് നന്മകൾ നേരത്തെ മയക്കം, അതുപോലെ തന്നെ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമ. ഇതിലൊക്കെയുള്ള വേഷങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ലീനിയർ കഥാപാത്രങ്ങളാണ്. അത്ര ഒരു ഗംഭീര മാസ് പടങ്ങളൊന്നുമല്ല ഇത് രണ്ടും. അത്ര മാസ് പടങ്ങൾക്ക് പൈസ ചെലവാക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഓഫ് ബീറ്റ് എന്നൊക്കെ പറയാവുന്ന, അവാർഡ് സിനിമ എന്നൊക്കെ പറയാവുന്ന ചില സിനിമകൾ മമ്മൂട്ടി അഭിനയിച്ചാൽ തന്നെയും അത് ചിലപ്പോൾ വിജയിക്കാനും സാധ്യതയില്ല, ആളുകൾ കാണില്ല. അങ്ങനെ ആളുകൾ കാണില്ല എന്ന് പൊതുധാരണയുള്ള സിനിമകളിൽ പോലും അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി തുടങ്ങി. ദാറ്റ് മീൻസ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള അഭിനയശേഷി എന്തൊക്കെയെന്നാണ് മമ്മൂട്ടിക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങിയെന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് തൻ്റെ ഉള്ളിൽ കുറെ അഭിനയശേഷി ഉണ്ട്, ഇതിനൊക്കെ പുറത്തേക്ക് എടുക്കണം. അതിന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിന് പറ്റിയ കഥകൾ വേണം. ആ കഥകൾ ഒരുപക്ഷെ ചിത്രീകരിക്കാൻ, അതിനുവേണ്ടി പണം മുടക്കാൻ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഒരാളും തയ്യാറായെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം സിനിമകൾ, തനിക്ക് തൻ്റെ അഭിനയ പാടവം തെളിയിക്കാൻ പറ്റുന്ന സിനിമകൾ എടുക്കണമെങ്കിൽ താൻ തന്നെ പൈസ ചെലവാക്കേണ്ടി വരും. അങ്ങനെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കമ്പനി തുടങ്ങി, മമ്മൂട്ടി കമ്പനി. ഇത് രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ സിനിമ എടുക്കുന്നു, മകന് വിതരണം ചെയ്യുന്നുള്ളൂ. വേഫെയർ ഫിലിംസ് ആണ് പലപ്പോഴും മമ്മൂട്ടിയുടെ ഈ സിനിമകളൊക്കെ വിതരണത്തിനെടുക്കുന്നത്. പക്ഷേ ഒരു സിനിമ പോലും ഫ്ലോപ്പ് ആയിട്ടില്ല. അത് മുഴുവൻ അത്യാവശ്യം നല്ല പണം സമ്പാദിച്ച് തന്നെയാണ് സംഗതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിലേക്ക് ഒരല്പം ശരിയുണ്ടെന്ന് നമ്മൾക്ക് ധരിക്കേണ്ടി വരും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. സിനിമയുടെയോ നമ്മുടെ അന്തരീക്ഷത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളിലോ അദ്ദേഹം ഇടപെടുന്നില്ല. വളരെയധികം ഫ്ലോപ്പായിട്ടുള്ള അഭിപ്രായമായിട്ട് ഞാൻ അതിനെടുക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം സമൂഹത്തിൽ ഗംഭീരമായിട്ട് ഇടപെടുന്നുണ്ട്. 2 ദിവസം മുമ്പ് തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്, മതങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് വിടും, നമുക്ക് മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ പോരെ എന്നീ പറയുന്ന വാക്കുകൾ. ഒപ്പം തന്നെ ഒരു അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പ്രസംഗിക്കാൻ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഒപ്പം തന്നെ കൈരളി ചാനലിൻ്റെ MD ആണ്. കൈരളി ചാനൽ എന്താ പറയുക, ജനങ്ങൾക്ക് നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹമാണ്. ഒരു വലിയ നിലയ്ക്ക് അദ്ദേഹം ഉണ്ടെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയായാലും പത്മഭൂഷണൊക്കെ വാങ്ങിയ ആളെന്ന നിലയിലൊക്കെ സമൂഹത്തോട് അദ്ദേഹത്തിനൊരു കടപ്പാടില്ലേ? ഇത് എല്ലാവർക്കും ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചു പോകുന്നത്. ഇത് മമ്മൂട്ടി എവിടെയോ മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് കേട്ടോ. കലാകാരൻ എന്ന നിലയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ
മമ്മൂട്ടി ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതാരും പറയുന്നില്ല. മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും ഗംഭീര സിനിമകളൊന്നല്ല. 6 ബോറൻ സിനിമകൾ ഈ ചെങ്ങാതി ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. എന്ത് തരം സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന് ഇന്ന സിനിമയിൽ മാത്രമേ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞിട്ടില്ല. ഏത് സിനിമയായാലും അതിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് മമ്മൂക്കയെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ നോക്കിയാൽ മതി. കെ ജി ജോർജിൻ്റെ അഭിപ്രായം ശക്തമാണ്, ശരിയാണ്. എത്ര തന്നെ എന്താണ് നെഗറ്റീവ് കഥാപാത്രങ്ങളായാലും, കളങ്കാവലൊക്കെ നെഗറ്റീവിൻ്റെ അങ്ങേ തലയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒരു നായക നടനും അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറും അത്തരത്തിലൊരു വേഷം ചെയ്യില്ല. ധൈര്യമുണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ അവർ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാക്കി വെച്ച ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു ഫേമസ് നഷ്ടപ്പെടുമോ, തന്നെ ആളുകളൊക്കെ വെറുത്തു പോകുമോ എന്നതിൻ്റെ പേരിലാണ് ആളുകൾ ചെയ്യുന്നത്. അതിന് നല്ല എനിക്ക് തോന്നിപ്പോകുന്നത് അതിനെ പറ്റിയ കാഴ്ചക്കാർ കൂടി വേണമെന്നുള്ളതാണ്. മലയാളികൾ ഒരു വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചക്കാരാണ്. അവർ ഏത് തന്നെ നായക നടനായാലും നല്ലപോലെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പൂക്കി ഇറങ്ങി പോകുന്നുള്ളതാണ്. ഒരു സംശയമില്ലാതെ പൂക്കി ഇറങ്ങി പോകും. നോക്കൂ, മോഹൻലാലിന് വളരെയധികം എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്, ബബ്ബബ്ബ സിനിമ. മോഹൻലാലിനെ തെറി പറയുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. അതിന് ശേഷമാണ് ഇതിപ്പോൾ വൃഷഭ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഞാൻ കണ്ടിട്ടില്ല, കാണില്ല. ആളുകൾ മുഴുവൻ പറയുന്നത് ഇമാതിരി കോമാളി പരിപാടിക്ക് ലാലേട്ടൻ ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളതാണ്. അതായത് കോമാളി പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കോമാളി പരിപാടി തന്നെയാണെന്ന് കൃത്യമായിട്ട് മലയാളി പ്രേക്ഷകർ പറയും. അത് എത്ര വലിയ നടനായാലും ഒരു സംശയമില്ലാതെ പറയും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു കാഴ്ചക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ആളുകൾ അങ്ങനെയല്ല. തങ്ങളുടെ മെയിൻ ആക്ടേഴ്സ്, സൂപ്പർ സ്റ്റാറുകൾ ഇത്തരത്തിലുള്ള വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അലിഖിത നിയമവും മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ്. അതിന് താഴേക്കുള്ള വേഷങ്ങൾ ചെയ്യാൻ ഇവന്മാരെ അനുവദിക്കില്ല എന്നുള്ള. അതുകൊണ്ടാണ് വിജയ് അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത്. എന്തൊക്കെയായാലും ഇവിടെ പറയുന്നത് പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്ഷേപം തോന്നാറുണ്ട്. ആയിക്കോട്ടെ, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ അഭിനയിച്ച സിനിമകളൊന്നും തന്നെ കർത്തവ്യബോധത്തിലോ ഉദ്ദേശശുദ്ധിയിലോ മികച്ചതൊന്നുമില്ല. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ നേരാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ആളുകളിൽ ഒരാളാണ് ഇയാളെന്നൊക്കെ ഞാൻ പറയേണ്ടി വരും. ആളുകൾ നേരാക്കാനൊന്നല്ല, അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സിനിമ കണ്ടിട്ട് ഇപ്പോൾ ആരും നേരാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര കാലമായിട്ട് മതം നേരാക്കിയിട്ട് ഒരാൾ പോലും നേരായിട്ടില്ല. കൂടുതൽ തീവ്രവാദികൾ ഈ മതം പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് ഉണ്ടാവുകയാണ് എന്നതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലേ? ഹിന്ദു മതം കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നു. ഇസ്ലാം മതം കൂടുതലായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ടാകുന്നു. ക്രിസ്ത്യൻ കുറേ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, കുറേ കാസക്കാരും കുറേ ക്രിസ്ത്യൻ തീവ്രവാദികളും ലോകത്ത് ഉണ്ടാകുന്നതിനപ്പുറത്ത് ഈ മതം പഠിപ്പിച്ചിട്ടൊരു ഗുണമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമ ഇനിയിപ്പോൾ ആരും ഒന്നും പഠിപ്പിക്കാതിരിക്കുക നല്ലത്. എന്തൊക്കെയായാലും അതൊക്കെ കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവയാണ്. കച്ചവടത്തിൽ എനിക്ക് എതിർപ്പില്ല, കച്ചവടം വേണം. എന്നാൽ മമ്മൂട്ടി തുടർച്ചയായി മാറി നിന്ന് തൻ്റേതായ വഴികൾ മാത്രം നേടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അതല്ല വേണ്ടത്. തൻ്റേതായ വഴികൾ നോക്കൂ. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സിനിമയിലേക്ക് എങ്ങനെ വന്നേ? സ്വന്തം അപ്പൻ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നാലെ വന്നതല്ല മമ്മൂക്ക. അദ്ദേഹം സ്വന്തമാക്കി വഴി വെട്ടിയെടുത്തതാണ്. അതിന് സഹായിച്ചൊരു വലിയ മനുഷ്യൻ്റെ പേരാണ് MT വാസുദേവൻ നായർ. അദ്ദേഹമൊക്കെയാണ് ആദ്യകാലത്ത് ഏറ്റവും നല്ല സിനിമകളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്വന്തമായി വഴി വെട്ടി വന്ന ഒരു മനുഷ്യൻ പിന്നെ വേറെന്താ വേണ്ടത്? സ്വന്തമായിട്ട് മാറി നിന്ന് തൻ്റേതായിട്ടുള്ള വഴികൾ തേടുക തന്നെയല്ലേ വേണ്ടത്? അത് തന്നെയാണ് വേണ്ടത്. മലയാള സിനിമയിൽ എക്കാലത്തും ഉണ്ടായിട്ടുള്ള ശക്തരായ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. സ്വന്തം കാര്യങ്ങൾക്കപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ മമ്മൂട്ടി നോക്കേണ്ടി വരുമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഈ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ അദ്ദേഹം അത്യാവശ്യം സാമൂഹിക കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. ലാലേട്ടനേക്കാൾ അപ്പുറം ഇടപെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. KG ജോർജ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് പുസ്തകം മമ്മൂട്ടി സ്പെഷ്യൽ ഇന്ത്യ ടുഡേ ഇതിൽ കുറേ മുമ്പ് വന്ന ഒരു ലേഖനമാണ് ഇപ്പോൾ അനു ചന്ദ്ര എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇങ്ങനെ റീപോസ്റ്റ് പോലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് അതിൽ പ്രതികരിക്കാൻ തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം, അത് തീർച്ചയായിട്ടും എഴുതി വയ്ക്കണം. ഒപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.